ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? ഞാനിപ്പോൾ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. വേറൊന്നുമല്ല, ഇന്നലെ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു. അത് പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് തന്നെ ഒരുപാട് ടൈമായി. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ആർക്കും അങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ കിട്ടാണ്ടായപ്പോൾ ഓരോരുത്തർ ഓർഡർ എടുക്കാൻ വന്നവരും അതുപോലെ റിപ്ലൈ കിട്ടാണ്ടായപ്പോൾ അവരൊക്കെ എല്ലാവരും പോയി. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാനെന്ത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നത് നിങ്ങളറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു. ഒക്കെ വലിയ വലിയ ഓർഡറൊന്നുമല്ല, ഒക്കെ കുഞ്ഞു കുഞ്ഞു ഓർഡറുകളായിരുന്നു. അപ്പോൾ അതൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേനും സമയം ഒരുപാടായി. അപ്പോൾ ഒരാൾക്കൊക്കെ നല്ല റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഓരോരുത്തർ എന്താ റിപ്ലൈ തരാത്തത് ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ഓൺലൈനിലുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ചാറ്റിംഗ് ലിസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ഓരോരുത്തർ ഓർഡർ കൺഫേം ആക്കിയിട്ട് അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെറ്റ് ഓഫ് ചെയ്തിട്ടിട്ടാണ് ആദ്യമൊക്കെ ചെയ്യാറ്. ചില ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് അന്നേരം തോന്നുമ്പോഴാണ് ആ ഡൗട്ടിന് വേണ്ടിയിട്ട് അത് അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് ചില സമയങ്ങളിൽ ഓൺ ആക്കിയിട്ടിട്ട് പാക്കിങ് ചെയ്യാറ്. അപ്പോൾ ഇന്നലെ ചില സമയങ്ങളിൽ നമ്മൾ നെറ്റ് ഓഫ് ചെയ്യും, ചില സമയത്ത് നെറ്റ് ഓൺ ആക്കിയിടും. എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നെറ്റ് ഓൺ ആക്കിയിടുക. നെറ്റ് ഓൺ ആക്കിയിട്ടാൽ അപ്പോൾ ഓരോരോ മെസ്സേജ് വരും. അപ്പോൾ കൂടുതൽ ഞാൻ നെറ്റ് ഓഫ് ആക്കിയിട്ട് ഇടാറ്. എന്തെങ്കിലും സംശയം വന്നാൽ മാത്രമാണ് നെറ്റ് ഓൺ ആക്കിയിട്ടിട്ട് അവരോട് ആ കാര്യങ്ങൾ ചോദിച്ചറിയുള്ളൂ. ചില നേരത്ത് അഡ്രസ്സ് ഉണ്ടാവില്ല അയക്കാൻ നേരത്ത്. ഓർഡർ എടുത്തിട്ട് ചിലപ്പോൾ 2 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. അഡ്രസ്സ് ചിലപ്പോൾ ഞാൻ ചോദിക്കാൻ മറന്നിട്ടുണ്ടാവും, അവർ വിടാനും മറന്നിട്ടുണ്ടാവും. അഡ്രസ്സ് ഇല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം എങ്ങനെ അങ്ങോട്ട് എത്തും? അപ്പോൾ ഞാനത് ചോദിക്കാൻ മറന്നാലും നിങ്ങളത് കണ്ടറിഞ്ഞിട്ട് തരണം. അപ്പോൾ പിൻകോഡ് വേണം, പിന്നെ പോസ്റ്റ് വേണം, നിങ്ങളുടെ പേര് വേണം. ഇത് 3 മെയിനായിട്ട് നിർബന്ധമാണ്. പിന്നെ ഏതാ ജില്ല വെച്ചെങ്കിൽ അതും വേണം. ഇത് പറയാൻ കാരണം നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാവും ചിലപ്പോൾ ഓരോരുത്തർ അഡ്രസ്സ് നോക്കി ചെയ്യണ നേരത്ത് ചിലപ്പോൾ അതിൽ പിൻകോഡ് ഉണ്ടാവില്ല. എന്നിട്ട് ആ നേരത്തെ അവരെ വിളിച്ചാലോ അല്ലെങ്കിൽ മെസ്സേജോ അയച്ചാലോ അവരെ കിട്ടാറില്ല. അപ്പോൾ അത് നമ്മളതവിടെ മാറ്റി വെക്കും. എന്നിട്ട് അടുത്ത ആളത്ത് നമ്മൾ പാക്ക് ചെയ്യും. പിന്നെ അതങ്ങനെ മറന്നു പോകും. എന്നിട്ട് പിന്നെ ആൾ വിളിച്ചിട്ട് സാധനം കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് പിന്നെ അത് ഓർമ്മ ഉണ്ടാവുക. അപ്പം അങ്ങനെ ഒരുപാട് തെറ്റ് എനിക്ക് സംഭവിക്കാറുണ്ട്. അതിന് നിങ്ങൾ ഒന്ന് സഹകരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് എല്ലാ അഡ്രസ്സും നല്ലപോലെ കൃത്യമായിട്ട് എനിക്ക് എഴുതി തരിക. പിന്നെ ഓർഡർ എടുക്കുമ്പോൾ പരമാവധി എന്ത് ചെയ്യുക, ഒരു ലിസ്റ്റ് ഇട്ടിട്ട് അതിൽ എന്തെല്ലാം വേണം എന്നുള്ളത് നിങ്ങൾ എനിക്ക് എഴുതി തരിക. കാരണം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും, വോയിസ് ഉണ്ടാവും. പക്ഷേ അതിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് നോക്കുമ്പോൾ ഇതെനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ലിസ്റ്റ് ഇട്ട് തരികയാണെങ്കിൽ അതെനിക്ക് വളരെ ഒരു ഉപകാരമാവും. അപ്പോൾ ഞാൻ പറയാൻ വന്നത് മെയിനായിട്ട് ഇന്നലെ എനിക്കൊരാൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് പിണങ്ങി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ റിപ്ലൈ തരാത്ത, സാധനം ഇല്ലാണ്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സാധനം ഇല്ലാണ്ടല്ല, നമ്മൾ ഇങ്ങനൊരു ഇന്നലെ പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാം വലിയ ഓർഡറൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു ഓർഡറുകളാണ്. ആ കുഞ്ഞു കുഞ്ഞു ഓർഡർ ആണെങ്കിലും അത് ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് ആക്കി വരുമ്പോഴത്തേനും ഒരുപാട് ടൈം എടുത്ത്. അതുകൊണ്ടാണ് ഇന്നലെ റിപ്ലൈ ഒന്നും തരാതിരുന്നത്. അതിനെല്ലാവരോടും ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ ഇന്നലെ ഓർഡർ എടുത്തതിൽ ഒരുപാട് പേര് ഹാർട്ട് ഷേപ്പിൻ്റെ പല കളറുകളൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചിലരോട് ഞാൻ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൻ്റെ ബീഡ്സ് കഴിഞ്ഞ് മറ്റുള്ള ബീഡ്സാണ് കയ്യിലുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ സോൾവ് ചെയ്തിട്ട് ചിലവരതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാരോട് പറയാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ഇന്നലെ അയച്ചവർ ചിലപ്പോൾ ഇന്നൊക്കെയാണ് കയ്യിൽ കിട്ടുക. അപ്പോൾ 1-2 മിസ്സിങ് ആയതൊക്കെ ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബാലൻസ് അതിൽ തരാനുണ്ട് എന്നുണ്ടെങ്കിൽ വിവരം പറയണം. അപ്പോൾ അത് ഞാൻ റിട്ടേൺ ഇട്ടുതരാം. പിന്നെ ഞാൻ ചിലപ്പോൾ മറക്കും. അപ്പോൾ അന്നേരം ചോദിച്ചിട്ട് വാങ്ങണം. അത് ഞാൻ പ്രത്യേകം പറയണേ. പിന്നെ കൂടുതലിപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഞാൻ മെസ്സേജിന് റിപ്ലൈ തരാത്ത കാരണമാണ് ഇപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വന്നത്. വീഡിയോസിലൂടെ ഞങ്ങളോട് പറഞ്ഞാലെങ്കിൽ നിങ്ങൾ അറിയുള്ളൂ. പിന്നെ ആർക്കെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മെസ്സേജ് ഇടുക. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോസായിട്ട് വന്നത്.
പിന്നെ ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ്സ് അതൊക്കെ എല്ലാ കളറും കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എത്തുള്ളൂ. പിന്നെ ഗ്ലാസ് ബീഡ്സ്, ക്രിസ്റ്റൽ ബീഡ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ 7 തരം ബീഡ്സുകളുണ്ട്. ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. 2 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടാം. അപ്പോൾ അതിന് ശേഷം പിന്നീട് ഓർഡർ എടുക്കുക. അങ്ങനെ ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്നുണ്ട് അതുണ്ടോ ഇതുണ്ടോ എന്ന്. അതുകൊണ്ടാണ് അതിനൊന്നും റിപ്ലൈ തരാത്തത്. അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കണം. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തത് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.